പറയാ. താനാരാ? ഞാൻ ആരാന്നോ? ആരാ? എടാ ഞാൻ ഈ പള്ളിപ്പെരുന്നാളിലെ അരിമണിയിലൊക്കെ പേരെഴുതാൻ വേണ്ടി വന്ന പേര് മുത്തുമണി. അയ്യോ, അങ്ങനെയെങ്കിൽ എന്റെ കുഞ്ഞാവിടെയും കൂടെ പേരെഴുതി അരിമണി സെറ്റാക്കി തരാമോ? പോലീസുകാർ തെറുവാണെന്ന് നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി. കുഞ്ചാക്കോ ബോബൻ. നിന്റെ അച്ഛൻ. നീ ആരാന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നാലും കണ്ടന്റ് ഞാൻ പറഞ്ഞല്ലോ. കേട്ടോ, ഞാൻ പള്ളിയുടെ പുറകിൽ മൂത്രം ഒഴിച്ചോണ്ടിരിക്കുമ്പോ യവൻ പൊന്നും കിരിച്ച് കെട്ടോണ്ട് ഓടിയിടോ. സത്യം പറ, നിന്റെ സ്ഥലം എവിടെയാടാ? മൂലമറ്റം. മൂല അറ്റത്തോ സൈഡിലോ എവിടെയെങ്കിലും ഇരിക്കട്ടാ. നിന്റെ സ്ഥലം എവിടെയാന്ന് പറടാ. എന്റെ സ്ഥലം പറഞ്ഞത് മൂലമറ്റം. അപ്പൊ മൂലമറ്റത്തുള്ള നീ ഞങ്ങളുടെ ഷമീമിന്റെ ഞങ്ങളുടെ വളവിന്റെ അവിടെയുള്ള പള്ളിയിൽ നിന്ന് വന്ന പൊന്നും കൃഷി കട്ടണ്ട് പോകില്ലടാ. സാറേ, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാ. നിങ്ങളെ ഈ ഇടവകയിൽ ആർക്കും സെന്റ് പള്ളി എന്ന് പറയാൻ അറിയത്തില്ലേ? എടാ ഭാഗ്യവാനേ, നീ അത്രേനും പറഞ്ഞു. ഞങ്ങളുടെ ചെമ്മാച്ചനൊക്കെ ഈ സാധനം അടിച്ചിട്ട് നാക്ക് പണങ്ങി ശ്വാസം പോലും വലിക്കാണ്ട് പെരുന്നാളും കൂടെ ഉണ്ട് ആശുപത്രി കിടക്കുക. അതല്ലേലും അങ്ങനെ സാറേ, ചിലരുടെ ശരിയാവും, ചിലരുടെ ശരിയാവില്ല. അതെ അതെ അതെ. അല്ല, ഞാൻ അങ്ങാ പോയപ്പോഴും നീ ഇവിടെ ഉണ്ട്, ഇങ്ങാ വന്നപ്പോഴും നീ ഇവിടെ ഉണ്ട്. ആരാ നീ? ഞാൻ ഈ റബ്ബറും തോട്ടത്തിലുള്ളതാ. നീ ആരുടെ ഒട്ടുപാലോ? ഒട്ടുപാലല്ല, ടാപ്പിംഗ് തൊഴിലാളി. ഈ 10:30 മണിക്ക് നീ എന്തിനാണ് ആ ടാപ്പിങ്ങിന് വന്നത്? സർക്കാരിന്റെ ഉറക്കം വന്നില്ല, ജോലിയോടുള്ള ആത്മാർത്ഥത. ഗുഡ് എംപ്ലോയി. താങ്ക് യു സാർ. സാർ, ഈ അവസരത്തിൽ പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞൂടെ, എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കോട്ടെ. സാർ, 1000 നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു അപരാധി പോലും രക്ഷിക്കപ്പെടരുത്. എന്റെ കർത്താവേ, ആ ചെറുക്കൻ അങ്ങാട്ട് എന്ന് കയറി കൊടുക്കുവാണല്ലോ. നീ വന്ന് ഞാൻ ഇതിനൊരു കാര്യം പറയട്ടെ. എന്നോടൊരു കോപ്പം പറയണ്ട. പറഞ്ഞില്ല വിഷയം. Sir, can I ask some questions for this criminal? Yes, boss. അത്ര നേരം കാര്യം ശരിയാ, വീട്ടിൽ പട്ടിണിയും ദുരന്തമൊക്കെയാ എന്ന് പറഞ്ഞ് ഒരുത്തന്റെ മുതൽ വെക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. നിനക്കറിയാവോ എന്റെ വീട്ടിൽ അടുപ്പ് പോയിട്ട് എത്ര നാളായെന്ന്? അതെന്താ, നിന്റെ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ആണോ? എങ്ങനെ തോന്നടാ നിനക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സാധനം കീച്ചാനായിട്ട്? സാറേ, ഈ കൗണ്ടറിന് സാറിന് മറ കൗണ്ടർ ഇല്ലേ? ഇല്ല, ഞാൻ പറയത്തില്ല. എനിക്ക് നിലനിൽപ്പാണ് വലുത്. സാരമില്ല, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. സാറേ, വീട്ടിൽ പട്ടിണി കാരണം എനിക്ക് രാത്രി എന്നും 1 മണിക്ക് വിശക്കും. ഞാനൊരു നനഞ്ഞ തോർത്ത് എന്റെ വയറെ കെട്ടിവെച്ചൊക്കെ ഉറങ്ങും. ഇവിടെ എന്നാലും നീ പണിക്ക് പോകല്ലോ കേട്ടോ. ഞാൻ എല്ലാം വിളിച്ചു പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞോണ്ട് അതിന്റെ ഒക്കെ ഉണ്ടാക്കരുത്. ഇല്ല, പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ. സാറിന് എന്റെ അച്ഛനാരാന്നറിയോ? അതും ഞാൻ കണ്ടുപിടിച്ചു. സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയടാ. എന്റെ അച്ഛന്റെ പേര് കേട്ടാ ഈ ഗ്രാമം കിടുകിട വിറയ്ക്കും. കോടമഞ്ഞാണോ നിന്റെ തന്ത? ഞാൻ മിണ്ടത്തില്ല. ഞാൻ മിണ്ടത്തില്ല. മിണ്ടത്തില്ല. നിങ്ങൾ 2 പേരോടും ഇവിടെ നിന്ന് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതിന് ബൈ കൗണ്ടർ അടിച്ചു കഴിഞ്ഞാൽ ഓരോ കൗണ്ടറിന് 1000 രൂപ വെച്ച് തരും. അല്ലാതെ ഇങ്ങനെ പറയത്തില്ല. ഞാൻ മിണ്ടത്തില്ല. ഞാൻ പറഞ്ഞില്ല പൊട്ടിക്കും. ഇത് പൊട്ടുവോ? പിന്നെ സർക്കാർ എനിക്കിത് PP വായിക്കാൻ വേണ്ടി തന്നാ. ബാക്കി ഇല്ല, പൊട്ടിക്കോ? പൊട്ടിക്കും. പൊട്ടിക്കല്ലേ? ഞാൻ പറയാം. എന്റെ പൊന്നു സാറേ, എന്റെ അച്ഛൻ ഭയങ്കരനായിരുന്നേ. എന്റെ അച്ഛന്റെ മൂക്കത്താണ് ശുണ്ഠി. എന്റെ അച്ഛൻ വളർന്നു, അച്ഛന്റെ ശുണ്ഠി അങ്ങ് വളർന്നു. അവന്റെ അച്ഛന്റെ മൂക്കിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ തന്നെ ഈ മൂക്കത്തുള്ള ഇതൊക്കെ ഇവിടെ വന്ന് ക്രെഡിറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന അവന്റെ ഇത് മാത്രല്ല. അവൻ പറഞ്ഞു കേട്ടില്ലേ, അവന്റെ അച്ഛന്റെ മൂക്കത്താ ശുണ്ഠി. നമുക്ക് അതല്ലേ പറഞ്ഞത്? എന്റെ അച്ഛന്റെ മൂക്കത്താ ദേഷ്യം. അങ്ങനെ സാറേ, എന്നിട്ട് ഞാൻ എന്റെ അച്ഛന്റെ ദേഷ്യമൊക്കെ കൗൺസിലിംഗ് ചെയ്തങ്ങ് കുറച്ച്. നല്ല മകൻ. പിന്നെ ഞാനും എന്റെ അമ്മയും എന്റെ അച്ഛനും സന്തോഷപൂർവ്വമായിട്ട് ജീവിക്കുമായിരുന്നു. അപ്പോഴാ കുടുംബത്തിലോട്ട് അച്ഛൻ കർഷക സ്ത്രീയായിട്ട് വന്നത്. എന്നിട്ട് ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല. രാത്രി ഞാനും അമ്മയും ഓൺ ദ സ്പോട്ടിൽ സ്ഥലം വിട്ടു. അതെന്നെ പരിപാടിയാണ് നീ കാണിച്ച്. ഒരു പാവപ്പെട്ട മനുഷ്യന് കർഷക സ്ത്രീ കിട്ടിയപ്പോൾ ഇവനും ഇവന്റെ അമ്മയും കൂടെ ആ പുള്ളി ഒറ്റയ്ക്കാക്കി വീട് വിട്ട് ഇറങ്ങിപ്പോയി. എടാ മുന്തിരിക്കണ്ണ, എടാ ഏതോ കർഷകയായ സ്ത്രീയെ പുള്ളി വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും അമ്മയും കൂടെ താലപ്പൊലി വെച്ച് സ്വീകരിക്കണോടാ. ഞങ്ങൾ ഓൺ ദ സ്പോട്ടിൽ ഇറങ്ങിപ്പോയി. പക്ഷെ നിനക്കൊരു കാര്യം അറിയാമോ? പറയാനേ അറിയത്തുള്ളൂ. എന്റെ അമ്മ എന്നെ പൊന്നുപോലെയാ നോക്കുന്നത്. ഇന്നേ വരെ ഞാൻ അമ്മയുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് പൊരിച്ചിട്ടില്ല. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് എന്റെ അമ്മേനെ. അത് മാത്രമല്ല, എന്റെ അമ്മയും ഞാനും ഈ ഗ്രാമത്തിൽ ഒരു ജോലി കിട്ടാനിട്ട് ഈ ഗ്രാമത്തിൽ വന്ന് ഒരു ജോലി അന്വേഷിച്ച 2 പേരാ ഞങ്ങള്. എന്നിട്ട് ജോലി കിട്ടിയോ? എനിക്കിതുവരെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്പൊ അമ്മേനെ ഞാൻ തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ നിർത്തിയേക്കുവാ.
പൊന്നും കുരിശും കൊണ്ട് നീ പോണത് ഞാൻ കണ്ടതാ. ഇങ്ങനെ കൊണ്ടുപോകണം കണ്ടാ? എവിടെ പൊന്നും കുരിശ്? സാറേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അത് സാറിന്റെ വെറും തോന്നല, ഞാൻ കൊണ്ടുപോയിട്ടില്ല. തോന്നലോ? ഇവൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ കണ്ടതാന്ന്. കണ്ടതാണോ? അന്നാ ഇവൻ തന്നെയാ. എന്റെ പൊന്നു സാറേ, അതാ പറഞ്ഞത്, അത് സാറിന്റെ രോഗത്തിന്റെ ഭാഗം മാത്രമാ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉദാഹരണം, ഇതിപ്പോ എന്തുവാ? ഇത് മാൻ പോലും ഇത് മാനല്ല, സത്യത്തിൽ ഇതെന്റെ വിരല. എന്നിട്ട് സാറിന് എന്തുകൊണ്ട് ഇത് മാനായിട്ട് തോന്നി? ഒരെണ്ണം കൂടെ ഉദാഹരണം കാണിച്ചു തരാം. ഇതെന്താ? ഇത് പറവാ. എന്നാൽ ഇത് പറവയാണോ? ഇതെന്റെ കൈവരലല്ലേ? ഇതെന്തുകൊണ്ട് സാറിന് പിന്നെ പറവയായിട്ട് തോന്നി? സാറിന്റെ രോഗം എനിക്ക് എന്താ അസുഖം? ഹാലൂസിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് ഇല്ലാത്തതായിട്ട് തോന്നുക. അപ്പോൾ ഇന്നലെ എന്റെ ഭാര്യയുടെ കൂടെ തിയേറ്ററിൽ കണ്ട ഹാലൂസിനേഷൻ, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഹാലൂസിനേഷൻ. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയപ്പോൾ ഈ ഹാലൂസിനേഷൻ എന്നെ തല്ലി വേദനിച്ചു. തേർഡ് സ്റ്റേജ് ഓഫ് ഹാലൂസിനേഷൻ. അതെ. ഒരു മിനിറ്റ്, സാർ എന്താ സാറേ കടന്ന് കരയുന്നേ? ആലുവാറ്റേഷം ബാധിച്ച ഒരു മനുഷ്യന്റെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂടാ? തനിക്ക് ഹാലുസിനേഷൻ ആണോ പറഞ്ഞത്? ഹാലുസിനേഷൻ. ഞാനതിപ്പോ ശരിയാക്കി എന്റെ അസുഖം മാറും. പോടായിരുന്നു. നിങ്ങൾക്കറിയോ, ഡിപ്പാർട്ട്മെന്റിൽ നന്നായിട്ട് ജോലി ചെയ്ത ഒരു അച്ഛന്റെ മോനായിരുന്നു ഞാൻ. ജോലി ചെയ്തോണ്ടിരിക്കുന്നിടയ്ക്ക് എന്റെ അച്ഛനും മരിച്ചു. എന്റെ ഗതി അതാവൂലോ. അച്ഛൻ എങ്ങനെയാ മരിച്ചേ? അച്ഛൻ കുട്ടിത്തം കാരണം മരിച്ചു പോയത്. കുട്ടിത്തം വന്നാലും ആൾക്കാർ മരിച്ചു. പിന്നെ എന്റെ അച്ഛനെ ഒരു ദിവസം ഇതുപോലൊരു കള്ളന്റെ പുറകിലിട്ട് ഇങ്ങനെ ഓടുവായിരുന്നു. കള്ളനെ പിടിച്ചില്ല എന്ന് ഘട്ടം വന്നപ്പോഴേക്കും കള്ളൻ അച്ഛനോട് പറഞ്ഞു സ്റ്റാച്ചു. അങ്ങനെ ഇപ്പൊ അവിടെ നിന്ന്. അല്ല, സ്റ്റാച്ചു പറഞ്ഞ ഒരാൾ എങ്ങനെ മരിക്കുന്നേ? ഈ വൃത്തികെട്ട കള്ളൻ അച്ഛനെ സ്റ്റാച്ചു പറഞ്ഞിട്ട് ഏതോ ഒരു റെയിൽവേ ട്രാക്കിലാ അച്ഛനെ എടുത്തോണ്ട് പോയി. എന്നിട്ട് ഞങ്ങളിപ്പോ എല്ലാ വർഷവും കൊങ്കൺ റെയിൽവേ ചെന്നൊരു മെഴുകുതിരിയും ചന്ദനത്തിരിയും അതെന്തിനാ? എന്തെങ്കിലുമൊക്കെ മോശം കിട്ടുവാണെങ്കിൽ കിട്ടും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.